റെക്ടാങ്കിള് അല്ലെങ്കിൽ അടുത്ത ചാംഫർ, ഫില്ലറ്റ്, കമാൻഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ കുറച്ച് പേരൊക്കെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തായിരുന്നു. രാവിലെ നമുക്ക് കുറച്ച് സബ്മിറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, നിങ്ങൾ എന്തായാലും ചെയ്യുന്ന വർക്ക് നിങ്ങളുടെ ഒരു എന്താ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് എന്ന രീതിയിൽ അസൈൻമെന്റുകളൊന്ന് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എനിക്ക് ഡൗട്ട് ചോദിക്കുകയാണെങ്കിലാണ് അതൊരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുക. നമ്മൾ പലരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പേരൊക്കെ നോക്കിയായിരുന്നു. പിന്നെ എല്ലാം എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും 1005 പേരുടെയൊക്കെ ഇപ്പോഴും 90 സ്റ്റുഡൻസ് സബ്മിറ്റഡ് ആണ്. ഓക്കെ, ഇഷ്യൂ ഇല്ല, 90 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്യുക, എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, എല്ലാവരുടെയും ഞാൻ രണ്ടമായിട്ട് ഞാൻ കുറച്ച് നോക്കിയിട്ട് റിപ്ലൈസ് തരാം. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം നോക്കാൻ പറ്റുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മളല്ലെങ്കിൽ അവിടെ ടെക്നിക്കൽ സപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന വാല്യൂസിന് ഇതുണ്ടാവും. നിങ്ങൾ എന്തായാലും അത് ചെയ്യുക എല്ലാവരും. ഓക്കെ, അതുപോലെ ഞാൻ കുറച്ചും കൂടെ നേരത്തെ ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. Can you show how to export drawing? Export drawing print ആണ് ഉദ്ദേശിച്ചത്. മുഹമ്മദ് നിഹാൽ to print. Yeah, fine. Okay, നമുക്ക് എൻഡിലേക്ക് എത്തുമ്പോഴേക്കും വരാമോ? ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കാൻ പോയാൽ അവിടെ ലൈൻ വെയിറ്റ് നോക്കേണ്ടി വരും, പ്ലോട്ട് സ്കെയിൽ നോക്കേണ്ടി വരും. ഓക്കെ, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ. ഓക്കെ, അപ്പൊ എന്തിനും ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് രീതിയിൽ തന്നെ പോവുകയായിരിക്കും നല്ലത്. ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പല ലെയറുള്ള എലമെന്റ് ഉണ്ട്. മുഹമ്മദ് ലെയർ ഏതെങ്കിലും ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രിന്റിലെ ബാധിക്കുമോ? കുറച്ച് കാര്യങ്ങൾ ആ ഒരു സീക്വൻസിൽ പോവുകയായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഞാൻ ഇന്ന് തന്നെ കൺട്രോൾ പി അടിച്ച് പ്രിന്റ് എടുക്കാമെന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ ആ ഒരു സീക്വൻസിൽ പോവുക തന്നെയാണ്. ഓക്കെ, വി വിൽ കവർ ദാറ്റ് പോർഷൻ. ഓക്കെ, ഫൈൻ. ഓക്കെ, ട്രാക്കിംഗ് ഞാൻ പറയാം. യെസ്, ട്രാക്കിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ട്രാക്കിംഗും ആംഗിളിംഗും വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രാക്കിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ ചാറ്റിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് പേര് ഓഡിയോ കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഒരുപാട് പേര് ഓഡിയോ കണ്ടതിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഓക്കെ, എല്ലാവരും ഓഡിയോ കണക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, കണക്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ലാസ്റ്റ് ഡേ പറഞ്ഞതായിരുന്നു. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും അപ്ഡേറ്റ്സോ വേരിയസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, ഡയമെൻഷൻ ടു സൈസ് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഡയമെൻഷൻ സൈസ് ചെയ്യാൻ നോക്കാം. ഡയമെൻഷൻ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വരാം. സ്കെയിലിങ്ങിന്റെ പാർട്ടിലേക്ക് നമ്മൾ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഫൈൻ. നമ്മൾ ഇന്നലെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് റെക്ടാങ്കിൾസ് ഒക്കെ വരച്ചായിരുന്നു. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ വരച്ചില്ലേ. നമ്മൾ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്. ഓരോ പാർട്ടായിട്ട് നമുക്ക് അറിഞ്ഞു പോവാം. ഓക്കെ, അടുത്ത കാര്യം നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ എങ്ങനെ ആംഗിൾ കൊടുക്കണം എന്നാണ്. സ്പെസിഫൈ ചെയ്തിട്ടൊന്നും അങ്ങോട്ട് പോകാം. വളരെ എളുപ്പമാണ്. ഒരു ലൈൻ വരയ്ക്കാൻ എൻഡർ എന്നാണല്ലേ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. ഓക്കെ, ഇവിടെ എനിക്ക് മൗസ് കൊണ്ട് ഇങ്ങനെ ആംഗിൾ കൊടുക്കാം അല്ലെ. അത് കൂടാതെ എനിക്ക് ട്രാക്കിങ്ങോ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ആംഗിളോടെ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിപ്പോ എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ച് അറിഞ്ഞിട്ട് അതിലേക്ക് പോവാം. ഓക്കെ, എൻഡർ കൊടുത്തു, ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. ദെൻ ഇവിടെ നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, 30, ഒരു ആംഗിൾ കൂടെ എനിക്ക് ടൈപ്പ് ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ? എനിക്ക് വേണേൽ ടൈപ്പ് ഈസി മെസ്സേജ് ഒരു മിനിറ്റ് 1 സെക്കൻഡ് ആയിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. One second. ഫൈൻ. അപ്പോൾ നമ്മൾ ഓസ്നാപ്പ് എന്നുള്ള സെറ്റിംഗ്സിലാണ് DS എൻ്റർ ആണ് ഓസ്നാപ്പ് സെറ്റിംഗ്സിന്റെ കമാൻഡ് അല്ലെ. DS എൻ്റർ ആണ് ഓസ്നാപ്പിന്റെ കമാൻഡ്. അതായത് നമുക്കിപ്പോ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ കറക്റ്റ് ഇതാ. ഞാൻ ഇവിടെ വന്ന് മൗസ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് കറക്റ്റ് എൻഡ് പോയിന്റിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ഓക്കെ, മേ ബി അത് എൻഡ് പോയിന്റ് കറക്റ്റ് ആയിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ എൻഡ് പോയിന്റ് അല്ലാതെയും ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്താ ഓസ്നാപ്പ് ഓൺ അല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എൻ്റർ ഞാൻ കൊടുത്തു. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് അത് കറക്റ്റ് സെന്ററിലാണെന്ന് വിചാരിച്ച് ഞാൻ വരയ്ക്കുകയാണ് അല്ലെ. ബട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ അറിയാം അത് എന്താവില്ല, കറക്റ്റ് ആ എൻഡ് പോയിന്റിൽ ആയിക്കൊള്ളണമെന്നില്ല.
അപ്പൊ അത് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഇതുപോലെ സൂം ചെയ്ത് വരയ്ക്കാനും പറ്റില്ല അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ എൽ എൻ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓസ്നാപ്പ് എന്നുള്ള സെറ്റിംഗ്സ് ഓൺ ചെയ്തിടാം. ഓസ്നാപ്പ് സെറ്റിംഗ്സ് ചെയ്യണത് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓസ്നാപ്പ് സെറ്റിംഗ്സിലേക്ക് പോകും. ഇവിടെ നമുക്ക് അറിയുന്നതായിരിക്കും എല്ലാവർക്കും, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഈ ഓസ്നാപ്പ് സെറ്റിംഗ്സ് ഓൺ ചെയ്യുന്നതിനോടൊപ്പം ഏതൊക്കെ പോയിന്റ് നമുക്ക് കാണിച്ചു തരണം. ഓക്കെ, ഐ ഹാവ് ടു ഷോ ആൻ എൻഡ് പോയിന്റ്, മിഡ് പോയിന്റ്, സെന്റർ, ഏതൊക്കെ പോയിന്റ് നമുക്ക് എന്തൊക്കെ കാണിച്ചു തരണം എന്നാണ് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എൻഡ് പോയിന്റ് ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനുശേഷം ഞാൻ എൽ എൻ്റർ കമാൻഡ് കൊടുത്ത് അപ്പൊ ഇവരെന്താ കാണിക്കുക, നിയറസ്റ്റ് പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് പോയിന്റ് ആണോ അത് ആയിക്കോളണമെന്നില്ല കേട്ടോ. ഓക്കെ, കാരണം എൻഡ് പോയിന്റ് എന്നുള്ള ഓസ്നാപ്പ് സെറ്റിംഗ്സിൽ എൻഡ് പോയിന്റ് ടേൺ ഓൺ അല്ലായിരുന്നു. ഇനിയാണ് ഞാൻ ഒരു ലൈൻ എൻ്റർ കൊടുക്കുന്നെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന എൻഡ് പോയിന്റ് ആണ്. ആ എൻഡ് പോയിന്റിൽ നിന്ന് തന്നെ എക്സാക്ട്ലി എന്ത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, അടുത്ത ലൈൻസിനായിട്ട്. അതാണ് ട്രാക്കിങ്ങിന്റെ ഓസ്നാപ്പ് സെറ്റിംഗ്സ്. ഇനി അത് മാത്രമല്ല, എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, സിമിലർലി ഓക്കെ എനിക്ക് ഇതേ പൊസിഷനിൽ ഇവിടെ ഒരു ലൈൻ വിചാരിക്കാം. ഓക്കെ, ഇതിനെ രണ്ടിനെയും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കണം. എൽ എൻ്റർ കൊടുത്തു. ഞാൻ എന്താ ഇവിടെ വന്നു ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാക്കിംഗ് പോലെ ഒരു ഗ്രീൻ കളർ ട്രാക്കിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടണം, സെന്റർ പോയിന്റ് കിട്ടണം. ഞാൻ എന്റെ ഓക്കെ ഈ ഓസ്നാപ്പ് സെറ്റിംഗ്സ് അല്ലെങ്കിൽ ട്രാക്കിംഗ് സെറ്റിംഗ്സ് ഓഫ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഓക്കെ ഞാനത് ഒബ്ജക്ട് സ്നാപ്പിംഗ് ഓഫ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഓക്കെ നോക്കുക ഒബ്ജക്ട് സ്നാപ്പിംഗ് ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ F3 എന്നുള്ള സ്നാപ്പിംഗ് ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടില്ല, സ്നാപ്പ് ഓഫ് ചെയ്ത് എന്ത് കിട്ടില്ല. ഓക്കെ, F3 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പോയിന്റ് കിട്ടില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഓക്കെ, ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് F3 എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുക. ട്രാക്ക് ചെയ്യാനും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കുമ്പോൾ ഒന്നുകൂടെ പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അക്യുറേറ്റ് ഡ്രോയിങ്സിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതേ ഓപ്ഷൻ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താണ്, ഒരു രണ്ട് ലൈൻസ് ഉണ്ടായിരുന്നു, നമുക്ക് രണ്ട് ലൈൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക അല്ലെ. എന്തെങ്കിലും ഒരു എലമെന്റ് ഇതിന്റെ എക്സാക്ട് സെന്ററിൽ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഒരു സർക്കിൾ അതിന്റെ എക്സാക്ട് സെന്ററിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ സി എൻ്റർ അടിച്ചതിന് ശേഷം എനിക്ക് എക്സാക്ട് സെന്റർ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും, അഗൈൻ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആവും. മിഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നിന്ന് ഡയറക്ട്ലി എൻഡ് പോയിന്റ് ചൂസ് ചെയ്യാം, മിഡ് പോയിന്റ് ചൂസ് ചെയ്യാം, ഇന്റർസെക്ഷൻ, സർക്കിളിന്റെ സെന്റർ, ജോമെട്രിക് സെന്റർ, ഇതൊക്കെ കിട്ടും നമുക്ക്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു റെക്ടാങ്കിൾ ആണ് വരച്ചിട്ടിരിക്കുന്നത് വിചാരിക്കാം. ഇതിന്റെ സെന്ററിൽ നിന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ഇത് സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ, എളുപ്പത്തിലൊരു വഴിയാണ് ജോമെട്രിക് സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓക്കെ അല്ലെങ്കിൽ എൽ എൻ്റർ അടിച്ചു ഞാൻ, ഓക്കെ എനിക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല അല്ലെ. ജോമെട്രിക് സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ലൈനിൽ ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് അവർ എന്ത് കാണിച്ചു തരും, ജോമെട്രിക് സെന്റർ എവിടെയാണ് എന്ന് കാണിച്ചു തരും. ക്ലിയർ ആണോ? ഓക്കെ, ഇതേ കാര്യങ്ങൾ തന്നെ DS സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ എന്താ, ഏതൊക്കെ പോയിന്റുകൾ ഇവിടെ കാണിക്കണം, നോഡ് കാണിക്കണോ, ജോമെട്രിക് സെന്റർ കാണിക്കണോ, സെന്റർ കാണിക്കണോ, ക്വാഡ്രന്റുകൾ കാണിക്കണോ, ഇന്റർസെക്ഷൻ പോയിന്റ്സ് കാണിക്കണോ, ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി പോളാർ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ആംഗിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു 30 എന്ന് പറയുന്ന ആംഗിൾ ആഡ് ചെയ്തു. ഓക്കെ, ഇൻക്രിമെന്റ് ആംഗിൾ 30 എന്ന് ആഡ് ചെയ്തു. പ്ലസ് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ 45 എന്നുള്ള ആഡ് ചെയ്തു, 15 എന്ന് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനത് 45 ആഡ് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, ക്ലിയർ. ഞാനൊരു എൽ എൻ്റർ വരച്ചു, ഇവിടുന്ന് കൊടുക്കുകയാണ് ലൈൻ F8 ഓഫ് ആക്കി. ഓക്കെ, അങ്ങനെ ലൈൻ F8 ഓഫ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വരയ്ക്കുമ്പോൾ ഓക്കെ എനിക്ക് വേണമെങ്കിൽ ആംഗിൾസ്, ഓക്കെ ആംഗിൾസ് ആര് കാണിച്ചു തരും. ഓക്കെ, ഈ കമാൻഡ് ലൈനിൽ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾസ് കാണിച്ചു തരാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, DS എൻ്ററിൽ വരിക. ഓക്കെ, ഇവിടെ ഇൻക്രിമെന്റ് ആംഗിൾ പ്ലസ് എന്ത് കൊടുക്കണം, ഇൻക്രിമെന്റ് ആംഗിൾ ഓൺ ചെയ്തതിനോടൊപ്പം തന്നെ പോളാർ ട്രാക്കിംഗ് കൂടെ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പോളാർ ട്രാക്കിംഗ് ആണ് അതിന് പറയുക, പോളാർ ട്രാക്കിംഗ്. ഒബ്ജക്ട് സ്നാപ്പ് എന്ന് പറയുന്നത് F3. ഓക്കെ, ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് F11. ഓക്കെ, ദെൻ ഇതിലേക്ക് പോകാൻ 3D ഒബ്ജക്റ്റിലേക്ക് പോകേണ്ട തൽക്കാലം ഞാൻ പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്തിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഇൻക്രിമെന്റ് ആംഗിൾ 30 എന്നും അഡീഷണൽ എനിക്ക് 40ലും 45ലും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്യാണ്, F10 ഒന്ന് ഓൺ ചെയ്തു. ഇവിടെ നിന്ന് F10 യൂസ് ചെയ്യാം അല്ലേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻ എൻ്റർ അടിച്ചു. ഓക്കെ, ഇതാ ഞാൻ ഇവിടേക്ക് വരികയാണ്. ഇതാണ് 0. ഞാൻ ഇവിടെ നിന്ന് മൗസ് ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യണം. നോക്കി, ഇൻക്രിമെന്റ് ആംഗിൾ നമ്മൾ ഒരു അഡീഷണൽ ആംഗിൾ 15 എന്ന് പറഞ്ഞില്ലേ, 15ൽ ഒരു സ്റ്റോപ്പ് ആണല്ലേ ഒരു ആംഗിൾ കാണിച്ചു തരാം. ദെൻ അഗെയിൻ ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ 30 എന്ന് പറഞ്ഞൊരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്, അവിടെ കാണിച്ചു തരാണെങ്കിൽ പിന്നെ 45 അല്ലേ. ഓക്കെ, അപ്പൊ ഈ 45 എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രിമെന്റിൽ ഈ 45ൽ നിന്ന് 15 അല്ലെ, 55, 60 ആ ആംഗിൾസ് നമുക്ക് വേണമെങ്കിൽ ഇൻക്രിമെന്റിൽ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ അനോട്ടേറ്റ് ചെയ്ത് കിട്ടും. ക്ലിയർ ആണോ? ഒരു ആംഗിൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ 30 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം. ഇത് ഓരോ 15ലും ഓക്കെ ഓരോ 15 ആംഗിൾ പോകുമ്പോൾ, കാരണം നമ്മളോട് സ്പെസിഫിക് ആക്കിയിരിക്കുന്നത് ഓരോ 15 അഡീഷണൽ ആംഗിൾസ് ഉണ്ട്.
ഓക്കെ. അപ്പൊ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും ഇങ്ങനത്തെ എത്ര കുറെ ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡിങ് അപ് ടു 10 അഡീഷണൽ നമ്പർ മാത്രമേ നമുക്ക് 10 അഡീഷണൽ ആംഗിൾ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഒരുപാടെണ്ണം ആഡ് ചെയ്യാൻ പറ്റില്ല, 10 എണ്ണം വരെ ആഡ് ചെയ്യാം. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? പോളാർ ട്രാക്കിംഗ് വളരെ ഉപകാരമുള്ളതാണ്. ഇത് ഇപ്പൊ എന്തുകൊണ്ടാണ് പോളാർ ട്രാക്കിംഗ് വരാത്തതെന്ന് ചോദിച്ചാൽ എന്താ, ഒരു കമാൻഡ് കൊടുക്കണം കേട്ടോ. ഒന്നുകിൽ ഞാൻ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴാണ് അവരെന്ത് തരിക നിങ്ങൾക്ക്, അന്ന് ആ സർക്കിൾ എവിടെ വേണം, അതായത് സെന്റർ പോയിന്റിൽ വേണോ, എൻഡ് പോയിന്റിൽ വേണോ, എവിടെയാണോ വേണം. ഓക്കെ, നിങ്ങൾ വെറുതെ പോയിട്ട് മൗസ് കൊടുക്കണമെന്ന് വെച്ചാൽ എന്റെ എൻഡ് കാണിക്കില്ല. നിങ്ങൾ ഒരു കമാൻഡ് കൊടുക്കണം, എനിക്കൊരു ലൈൻ വരയ്ക്കണം, LN. അപ്പൊ അവർ ചോദിക്കും ഫസ്റ്റ് പോയിന്റ് കാണിക്കാൻ പറയും. ആ ഫസ്റ്റ് പോയിന്റ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഹെൽപ്പിംഗ് എയ്ഡ് ആണ് നമ്മുടെ യൂസ് ചെയ്യുന്ന ട്രാക്കിങ്ങുകൾ. അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ആക്കണമെന്നല്ല, ഇൻ ബിറ്റ്വീൻ പോയിന്റ്സ് ആയാലും അത് കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കണം നമ്മുടെ ട്രാക്കിംഗ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, പോളാർ ട്രാക്കിംഗ്. ഓക്കെ ഫൈൻ. പോളാർ ട്രാക്കിംഗ് വെച്ച് നമുക്ക് എക്സസൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. 1 സെക്കൻഡ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മെസ്സേജ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി okay sir, plotting PDF correctly in center. Okay, പ്ലോട്ട് ചെയ്യുമ്പോൾ സെന്റർ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പ്ലോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ പോളാർ ട്രാക്കിംഗ് എന്നൊരു ഐഡിയ കിട്ടിയിരിക്കുന്നു. അതൊരു ടൂൾ ആയിട്ടല്ല, നമുക്ക് ആവശ്യം നമ്മുടെ വർക്കിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എങ്ങനെ നമ്മൾ ചെയ്യുന്നു, സ്പീഡ് കൂട്ടാനൊക്കെയാണ് അത് ഉപയോഗിക്കുക, എറർ കുറയ്ക്കാൻ. എറർ കുറച്ച് സ്പീഡ് കൂട്ടി ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുക, പോളാർ ട്രാക്കിംഗ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ റെക്ടാംഗിൾ പറഞ്ഞു, സർക്കിൾ പറഞ്ഞു. ഓക്കെ, ഒരു കമാൻഡ് റേ ലൈൻസ് എന്ന് പറഞ്ഞ കമാൻഡ് പഠിച്ചുകൊണ്ട് ഓർഡറിലേക്ക് പോകാം. റേ ലൈൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കും. റേ ലൈൻ എന്താണ് ഇന്നലെ ഞാൻ പറഞ്ഞു അല്ലേ, ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്. കറക്റ്റ് സെന്ററിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ജോമെട്രി F3 ഞാൻ ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ത് ചെയ്യും എനിക്ക്, ഓക്കെ എനിക്ക് ഇത് കിട്ടും. ഓക്കെ, F3 ഓൺ അല്ലെങ്കിൽ ജോമെട്രി സെന്റർ ഓൺ ആക്കി എനിക്ക് കറക്റ്റ് സെന്റർ കിട്ടും അല്ലേ. ഓക്കെ, ക്ലിയർ ആണോ? കറക്റ്റ് സെന്റർ കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് എനിക്ക് ഇവിടെ ആണെങ്കിൽ ഇതാ ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ക്ലിക്ക് ചെയ്താൽ ഓക്കെ, അത് ഒരു മാറ്റം ഉണ്ടാവില്ല. ടോപ്പ് വ്യൂ വരച്ചു, ഇതിന്റെ ഇതേ ഒരു ലൈനിൽ നിന്ന് ഇവിടുന്ന് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ അതിന്റെ പ്ലാൻ വ്യൂ ഇവിടെ ആവാം ഒരു ലെങ്ത്തിലായിരിക്കാം. എക്സൽ ലൈൻ നമ്മൾ പഠിച്ചു. എക്സൽ ലൈൻ എന്തായിരുന്നു? എക്സൽ ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഇൻഫൈനൈറ്റ് ലൈനിൽ പോകുന്ന ലൈനാണ് എക്സൽ ലൈൻ എന്ന് പറയുന്നത്. അതായത് എക്സൽ ലൈൻ ഞാൻ വെർട്ടിക്കൽ ഇട്ട് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ലൈൻ അല്ലെ, ഇതിനൊരു എൻഡ് ഇല്ല. ബോത്ത് ഡയറക്ഷനിൽ ഇതിനെന്തില്ല, എൻഡ് ഇല്ല അല്ലെ. റേ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം, നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫസ്റ്റില് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻസ് കാണിക്കാറില്ല, പ്രൊജക്ട് ചെയ്യാറുണ്ട് അല്ലെ. പ്രൊജക്ട് ചെയ്ത ലൈൻസ് പ്ലാനിൽ നിന്ന് പ്രൊജക്ട് ചെയ്തിട്ടാണ് നമ്മൾ മാനുവലി എന്ത് ഡ്രോ ചെയ്യാറ്, എലിവേഷനോ അല്ലെങ്കിൽ അതിന്റെ സെക്ഷനൊക്കെ വരയ്ക്കാറ്. ഓക്കെ, ഗ്രാഫിക്സ് പേപ്പർ പഠിച്ചപ്പോൾ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഫസ്റ്റ് ഗ്രാഫിക്സ് കൂടി നമ്മൾ വരച്ചതാണ്. ഓക്കെ, അതേ കാര്യം തന്നെ ഇവിടെ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ റേ എന്നൊരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റാർട്ട് പോയിന്റ് ഉണ്ടാവും, എൻഡ് പോയിന്റ് ഉണ്ടാവില്ല. ഓക്കെ, എക്സൽ ലൈൻ എന്തായിരുന്നു, സ്റ്റാർട്ട് പോയിന്റും ഇല്ല എൻഡ് പോയിന്റും ഇല്ല. അതിങ്ങനെ അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ലൈനായിരുന്നു എക്സൽ ലൈൻസ്. ഇവിടെ റേ ലൈൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് പോയിന്റ് ഉണ്ടാവും, എൻഡ് പോയിന്റ് ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്തായി, അവിടെ ഒരു എൻഡ് പോയിന്റ് ഇല്ലാതെ പോകും മുകളിലേക്ക്. നമ്മൾ പ്ലാൻ വരച്ചിട്ട് സെക്ഷൻ പ്ലോട്ട് ചെയ്യുക അല്ലെങ്കിൽ എലിവേഷൻ പ്ലോട്ട് ചെയ്യുക, അങ്ങനത്തെ യൂസസിലൊക്കെയാണ് മെയിൻ ആയിട്ട് റേ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേ ഒരു ലൈനിൽ ഇവിടെ റേ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ക്വാഡ്രന്റ് കിട്ടി എനിക്ക് അല്ലെ, കറക്റ്റ് എഡ്ജ് കിട്ടണം. ഇവിടെ ഓഫ് സ്നാപ്പോ അല്ലെങ്കിൽ ക്വാഡ്രന്റോ ടേൺ ഓഫ് ആയിരുന്നെങ്കിൽ കിട്ടില്ല. ഇവിടെ കറക്റ്റ് ക്വാഡ്രന്റ് കിട്ടി എനിക്ക് വരയ്ക്കാൻ പറ്റിയില്ലേ. ഇവിടെ കറക്റ്റ് ക്വാഡ്രന്റ് കിട്ടി എനിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, വരയ്ക്കാൻ പറ്റും. സെന്റർ ജോമെട്രിക് സെന്റർ എന്നാണെങ്കിൽ എനിക്കത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി എത്രയിലാണോ വേണ്ടത്, ഒരു റെക്ടാംഗിൾ എടുത്ത് എനിക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഹൈറ്റ് എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരച്ച സാധനത്തിലേക്ക് പോകില്ല, റെക്ടാംഗിൾ വരയ്ക്കാം. ഓക്കെ, അഗെയിൻ ഇത് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ റെക്ടാംഗിൾ തന്നെയാണ് ഫീൽ ചെയ്യാം, ഈ എലമെന്റ് വരച്ചിടാം. ഓക്കെ, ഇനി ആവശ്യമില്ലാത്തതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ റേ ലൈൻസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഇതിന്റെ പ്ലാൻ വ്യൂ, ഇതിന്റെ എലിവേഷൻ വ്യൂ. ഓക്കെ, മനസ്സിലായോ? ഇതിന്റെ പ്ലാൻ വ്യൂ, ഇതിന്റെ എലിവേഷൻ വ്യൂ. ഓക്കെ, അപ്പോ ആ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, ആ റേ ലൈൻസ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നുകൂടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചത് മാത്രം കേട്ടോ. RAY. ഓക്കെ, RAY. ഇന്നൊരു ടിപ്പ് പോലെ പറയാം, റിഫ്രഷ് എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ഹാങ് ആവുകയാണ് അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, സൂം ചെയ്യാൻ പറ്റില്ല, RE റീജനറേറ്റ് അല്ലെങ്കിൽ റീജൻ എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്കൊരു കമാൻഡ് ചെയ്തിട്ട് ഇത് ചേഞ്ച് വന്നിട്ടില്ല, നമ്മൾ ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ റിഫ്രഷ് ചെയ്യില്ലേ, അതുപോലെ റീജൻ RE എന്നുള്ള ഷോർട്ട് യൂസ് ചെയ്താൽ റീജൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഡ്രോയിങ് ഒന്ന് റിഫ്രഷ് ചെയ്യണം, അതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റേ ലൈൻസ് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് അടുത്ത് പോകാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഡിവൈഡ് എന്നുള്ളത് പഠിക്കാം അല്ലെ. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇപ്പൊ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ നിന്ന് ഇതൊരു ലൈൻ ഉണ്ടല്ലോ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ കളയട്ടെ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി ഞാൻ എന്ത് ചെയ്യാം, ഒരു റെക്ടാങ്കിൾ എടുത്ത് റെക്ടാങ്കിൾ വരയ്ക്കണം. ഓക്കെ, റെക്ടാങ്കിൾ ആയിട്ട് വരച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഓക്കെ റെക്ടാങ്കിൾ വരച്ചു. ഞാൻ ഇതിന്റെ സെന്ററിൽ കൂടെ ലൈൻ വരയ്ക്കുക അല്ലെ. സെന്റർ എങ്ങനെ കിട്ടും? സ്നാപ്പ് ഓൺ ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റ് സെന്ററായിട്ട് ഒരു ലൈൻ കിട്ടി. ആ ട്രയാങ്കിൾ ആണ് ട്രെൻഡാണ്. ഇവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലേ. ഈ ഒരു എലമെന്റിനെ, അല്ലെങ്കിൽ ഇതൊരു ഹിഞ്ച് ആയിക്കോളാം, ഒരു വിൻഡോന്റെ ടോപ്പ് വ്യൂ ആവാം, എന്തൊരു എലമെന്റ് ആയാലും ഒരു ലൈനിനെ, ഈ ലൈൻ എനിക്ക് എത്ര ഡയമെൻഷൻ അറിയില്ല, ബട്ട് ഐ വാണ്ട് ടു സ്പ്ലിറ്റ് ദം ഈക്വലി ഇൻടു 3 പാർട്സ്. അതായത് 3 സെഗ്മെന്റുകളാക്കണം, അല്ലെങ്കിൽ 4 സെഗ്മെന്റുകളാക്കണം. അതെങ്ങനെ ചെയ്യാം? ഓക്കെ, അപ്പൊ ഒരു ഡിവൈഡ് ചെയ്യാമെന്നാണ്. ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു എലമെന്റ് കിട്ടിയാൽ ഈക്വലി എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പല യൂസസ് ഉണ്ടാവും അത്. ഓക്കെ, ഒന്നെന്ന് പറയുമ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിൻഡോന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ, ഓക്കെ, ഒരു വിൻഡോ ലേഔട്ട് വരയ്ക്കുമ്പോൾ, ഒരു വിൻഡോന്റെ ലേഔട്ട് വരയ്ക്കുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം? ഒരു ഫയൽ കാണിച്ചു തരാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ ഓട്ടോകാഡ് സ്ക്രീൻ വന്നിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും. ഓക്കെ, ഒരു വിൻഡോ ലേബൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു എലമെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഒരു പ്ലാൻ ആയിട്ട് വരയ്ക്കുകയാണ്. ഇതാ ഇവിടെ ഒരു വിൻഡോ പോലെ ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വിൻഡോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവണം. ഓക്കെ, ഇതാ നോക്കുന്നു. ഓക്കെ, ഇതൊരു വിൻഡോ ആണ്, ഒരു ലേഔട്ട് ആണെന്ന് വിചാരിക്കും. ഒരു വിൻഡോന്റെ കളർ കൊടുത്ത് വരച്ചേക്കെന്ന് മാത്രം വിചാരിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഒരു ലൈൻ, ഇത് സൂചിപ്പിക്കുന്ന ഇത്രേ ഉള്ളൂ. ഈ വിൻഡോ എന്ന് പറയുന്ന 3 പാളിയുള്ള ഒരു ജനലയാണ്, അല്ലെങ്കിൽ വിൻഡോ ആണ്. ഓക്കെ, അതിനെ ഇങ്ങനെ 3 പാളിയായിട്ട് അല്ലെങ്കിൽ 3 പാനൽസ് ആയിട്ട് നമ്മൾ എങ്ങനെ മാറ്റി, അല്ലെങ്കിൽ ഈ ഒരു ലൈൻ എനിക്ക് ഒരു മെഷർമെന്റ് അറിയില്ല ഇങ്ങനെ മാറ്റി. ഓക്കെ, ഇനി അതൊരു മെക്കാനിക്കലിലോ അത് നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് പറയുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ ഈസി ആയിട്ട് ഈ ഒരു കമ്പോണൻസിനെ എനിക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ട് വിചാരിക്കുക, സെയിം കമ്പോണന്റ് ഇവിടെ ഒരു ലൈൻ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എനിക്ക് ഈക്വലി എനിക്ക് 3 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, 3 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലാൻ വ്യൂവിൽ എനിക്ക് അത് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇവിടെ എനിക്ക് ഈക്വലി 3 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ബോക്സ് പോലെ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ DIV എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക. ഓക്കെ, DIV ഡിവൈഡിന് വേണ്ടി DIV ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഒരു കമാൻഡിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ഇവിടെ കിട്ടും. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, ഫൈൻ. ഹാൻഡ് റൈസ് ചെയ്തു, ചാറ്റിൽ ഇട്ടാൽ മതി, ഞാൻ മെസ്സേജ് നോക്കാം. ചാറ്റിൽ ഇട്ടാൽ മതി, ആരോ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ചാറ്റിൽ ഇട്ടോളൂ കേട്ടോ, മെസ്സേജ് ഇട്ടോളൂ, ഞാൻ നോക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോകണം. ഓക്കെ, ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റിന് ഒരു എലമെന്റ് ഡിവൈഡ് ചെയ്യാൻ DIV എന്നാണ് ഷോർട്ട് കീ യൂസ് ചെയ്തു. അല്ലെങ്കിൽ വി ക്യാൻ ആക്സസ് ദാറ്റ് ഫ്രം, ഓക്കെ, നമ്മുടെ ഡിവൈഡിനെ ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത ഡ്രോപ്പ് പാനലിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്തതിനോട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ DIV എന്നുള്ള ഷോർട്ട് കീ കൊടുത്തു. ശ്രദ്ധിക്കുക, സോറി, DIV എന്നൊരു ഷോർട്ട് കീ കൊടുത്തു. ദെൻ അപ്പോൾ അവർ ചോദിക്കും എന്താ, ഏത് ഒബ്ജക്റ്റ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്? വളരെ ഫ്രണ്ട്ലി ആണ്. ഏത് ഒബ്ജക്റ്റ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്? ഈ ഒബ്ജക്റ്റിനെയാണ് എനിക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഓഫ് സെഗ്മെന്റ്, എത്ര സെഗ്മെന്റ്സുകൾ ആക്കണം, എത്ര കട്ട് പീസസ് ആക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു 5 കട്ട് പീസസ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അത് ഡിവൈഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, 5 സെഗ്മെന്റ് ആയിട്ട് അത് ഡിവൈഡ് ആയിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് കാണുന്നില്ല അല്ലെ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഒരു ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ കൺസെപ്റ്റ് എന്താണ്? അല്ലെങ്കിൽ ഒരു ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറസ് പോയിന്റ്സുകൾ ചേർന്ന് അടുപ്പിച്ച് ഒരു ന്യൂമറസ് പോയിന്റ്സ്, ഒരുപാട് നമ്പർ ഓഫ് പോയിന്റ്സുകളെ നമ്മൾ അടുപ്പിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ വെരി ക്ലോസ് ആയിട്ട് വെക്കുമ്പോഴാണ് ഒരു ലൈൻ എന്നുള്ള കൺസെപ്റ്റ് ഫോം ചെയ്യുക അല്ലെ. അതല്ല, ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിന്റ്സുകൾ ചേർന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻ നമ്മൾ ഡിവൈഡ് ചെയ്തു, എന്നാൽ ഡിവൈഡ് ചെയ്ത പോയിന്റുകൾ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണണം. പോയിന്റിന്റെ ടൈപ്പിന് എനിക്കൊന്ന് മാറ്റണം. ഓക്കെ, ഇതിന്റെ ഒരു വർക്ക് ഫ്ലോ അങ്ങനെയാണ്. PT എന്നാണ് ഷോർട്ട് കീ പറയാം, പോയിന്റ് ടൈപ്പിനെ ചേഞ്ച് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ പോയിന്റ് സ്റ്റൈൽ എന്താ കിടക്കുന്നത്? നോർമൽ ഡോട്ട് തന്നെയാണ് കിടക്കുന്നത് അല്ലെ. പലർക്കും ഇത് അറിയായിരിക്കും, പലർക്കും ഇത് അറിയണ്ടായിരിക്കില്ല. ഓക്കെ, ഒരു ലൈൻ ഉണ്ട്, നമുക്ക് അതിന്റെ ലെങ്ത് അറിയുമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യായിരുന്നു അല്ലെ. പക്ഷെ അതിന് 3 ആയിട്ട് കറക്റ്റ് ആയിട്ട് ഓഫ്സെറ്റ് ചെയ്യണം, ലൈനിന്റെ ലെങ്ത് ഡയമെൻഷൻ അറിയാതെ പോകുന്ന കേസിൽ. ഓക്കെ, അപ്പൊ ഇവിടെ പോയിന്റ് സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയിന്റ് സ്റ്റൈലിലേക്ക് എങ്ങനെ വന്നു? ആദ്യം ഡിവൈഡ് ചെയ്യുക, DIV എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് ഒബ്ജക്റ്റ് ഡിവൈഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ഒരു 2 എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തു. ഓക്കെ, 2 സെഗ്മെന്റ്, അപ്പൊ സെൻട്രലോട് ലൈൻ വരണം ശരിക്കും, നോക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്,
ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡിവൈഡ് ചെയ്ത് സെന്ററിൽ ഡിവൈഡ് ചെയ്തതിന് ശേഷം എനിക്ക് പോയിന്റ് കാണാനില്ല അല്ലെ, അതിനുവേണ്ടി PT എന്ന് പറയുന്ന കമാൻഡിലേക്ക് വരാം. പോയിന്റ് ടൈപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോയിന്റിന്റെ ടൈപ്പ് നമുക്ക് മാറ്റി കൊടുക്കാം. ക്രോസ് ഹെയറോ, ഒരു ക്രോസ് മാർക്കോ, അല്ലെങ്കിൽ ഒരു സർക്കിളോ, അല്ലെങ്കിൽ സർക്കിൾ വിത്ത് ക്രോസ് ഹെയറോ, എന്താണോ വേണ്ടതെന്ന് ആക്കി കൊടുക്കുക. ഞാനൊരു ക്രോസ് സൈൻ ഇപ്പൊ കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ എന്താ ഉണ്ടായിരിക്കുന്നത്, നമുക്ക് കാണാം എവിടെയൊക്കെ നമ്മൾ ലൈൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ എന്ത് വന്നിരിക്കുക, പോയിന്റ് ടൈപ്പ് ഒന്ന് മാറിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ് ഇരിക്കുന്നത്. എവിടെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണോ PT എന്ന് പറഞ്ഞ കമാൻഡിലേക്ക് വന്നു, പോയിന്റ് ടൈപ്പ് എന്ത് വേണമെന്ന് ഞാൻ സ്പെസിഫിക് ആക്കി, അതിനുശേഷം എൻ്റർ ചെയ്തു. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും, ഒരു ലൈൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ അല്ലെ, കറക്റ്റ് ട്രാക്കിംഗ് ഓൺ ചെയ്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ വരച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ പോയിന്റിൽ തന്നെ നമുക്ക് എങ്ങോട്ടാണോ വേണ്ടത് ഒരു ലൈൻ ആയിട്ട് വരയ്ക്കാം അല്ലെ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി സെഗ്മെന്റ് ഡിവൈഡ് ചെയ്യാം. ഇതിന്റെ കറക്റ്റ് സെന്റർ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച റേ ലൈൻ യൂസ് ചെയ്തില്ലേ, ഇതിന്റെ സെന്റർ കിട്ടണില്ലേ. അപ്പൊ റേ ലൈൻ യൂസ് ചെയ്യുന്നു, സെന്റർ കിട്ടാൻ എന്ത് ചെയ്യാം, ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്നാപ്പിൽ പോയിട്ട് അതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെന്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ കിട്ടി. അപ്പൊ ഈ റേ ലൈൻ എന്തായാലും അതിലൂടെ പാസ് ചെയ്യണം അല്ലേ. യെസ്, എക്സാക്ട്ലി പാസിംഗ്. അപ്പൊ എന്ത് മനസ്സിലായി, നമുക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു റേ ലൈൻ ആയിട്ട് ഞാൻ വരച്ചു അല്ലെ. അപ്പൊ റേ ലൈൻ പറഞ്ഞു. ഓക്കെ, സ്നാപ്പ് എന്ന് പറയുന്ന കമാൻഡിലൂടെ ഞാൻ കണ്ടിരിക്കുന്നു, പോയിന്റ് സ്റ്റൈൽ ചെയ്തു അല്ലെ. ഇനി ഇവിടെ എനിക്ക് വേണമെങ്കിൽ സർക്കിൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണം എന്തായിരിക്കും, ഓക്കെ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണം എന്തായിരിക്കും, സെന്ററിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ റേ ലൈൻ വേണമല്ലേ. റേ ലൈൻ ആയിട്ട് നമ്മൾ ഇവിടെ എന്ത് കാണിക്കണം, ഓക്കെ കണ്ടോ, ടോപ്പ് വ്യൂവിൽ അതൊരു ഹോൾ ആയിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കാണിക്കേണ്ട വരും. ഓക്കെ, അപ്പൊ ഒരു മെഷീനറി പാർട്സ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ ചെയ്യേണ്ടി വരും അല്ലെ. ഇതൊരു ഹോൾ ആയിട്ടാണെങ്കിൽ ഇത് താഴ്ഭാഗത്ത് കാണുന്നത് ആയതുകൊണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ആവശ്യമില്ല, ഇതിനെ ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഇത് പുറത്തേക്ക് വരുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട വരാം, ഇത് താഴെ കാണുന്ന ലൈൻ ആയതുകൊണ്ട്, ഇൻവിസിബിൾ ലൈൻ ആയതുകൊണ്ട് അതിന്റെ ലൈൻ ടൈപ്പ് മാറ്റേണ്ട വരാം. നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, ലൈൻ ടൈപ്പ് ഡോട്ടഡ് ആക്കാൻ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ അതിനെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് വീണ്ടും വീണ്ടും പറയണം അല്ലെ. ഓക്കെ, പക്ഷെ അത് എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, ഏത് അപ്ലിക്കേഷൻ വഴി നമ്മൾ യൂസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ഒന്ന് ഡോട്ടഡ് ആക്കാൻ വേണ്ടി ഇതിനെ ലോഡ് ചെയ്തിട്ട് ഇതിനെ ഡോട്ടഡ് ആക്കി. ഓക്കെ, ഇതിനർത്ഥം എന്താന്ന് പറഞ്ഞാൽ ആദ്യഭാഗത്തോടെ ഒരു കട്ടായിട്ട് ഇവിടെ പോകുന്നുണ്ട്, അടിഭാഗത്താണ് അല്ലെ, അതിന് താഴെയാണ്, ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, കറക്റ്റ് സെന്ററിൽ കിട്ടി. ഇനി അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഒരു വിൻഡോന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു 5 കമ്പാർട്ട്മെന്റ് വിൻഡോ ആണ്. ഓക്കെ, 5 കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു വിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു 5 കമ്പാർട്ട്മെന്റ് ഉള്ള വിൻഡോ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു പോകാം. അല്ലെങ്കിൽ ഓഫ്സെറ്റ് അറിയാമെങ്കിൽ കറക്റ്റ് വാല്യൂ അറിയെങ്കിൽ ഓഫ്സെറ്റ് ചെയ്താൽ മതി. നമുക്ക് തൽക്കാലം ഇങ്ങനെ ഓക്കെ ലൈൻസ് ആയിട്ട് വരച്ചു. ഓക്കെ ഫൈൻ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെക്കുക. ഹലോ, ഓക്കെ, മ്യൂട്ട് ചെയ്തിരിക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ലെറ്റ് മീ കണ്ടിന്യൂ. ഞാൻ ഇതൊന്നും ലൈവ് വരച്ചു അല്ലേ. അപ്പൊ ഇത് വരച്ചതിന് ശേഷം ഈ പോയിന്റിന് വേണ്ടാന്നുണ്ടെങ്കിൽ അഗെയിൻ പോയിന്റ് ടൈപ്പിലേക്ക് പോവാ, PT-യിലേക്ക് പോവാ, ഇതിനെ നോർമൽ പോയിന്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ടൈപ്പ് അല്ലാതെ കാണിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ നിന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് എന്നോ, ഒരു പോയിന്റ് ഉണ്ട്, ഡിവൈഡ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്, സെന്റർ ആയിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ പല കൺസെപ്റ്റ് യൂസ് ചെയ്തു, ഒരു റേ ലൈൻ, ഒരു ഡിവൈഡ് എന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ഉള്ളൂ, ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ടോപ്പ് ലെയറിൽ നോക്കുമ്പോൾ ഒരു തിക്നെസ് ഒക്കെ കൊടുത്ത് ഓക്കെ ഒരു വിൻഡോന്റെ ഒരു റെപ്രസെന്റേഷൻ കാണിക്കാൻ വേണ്ടി ഇത്ര തന്നെ ചെയ്താൽ മതി. ഓക്കെ ഫൈൻ. ഓക്കെ, മുകളിൽ സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇതൊരു പാനലാണ്. ഓക്കെ, ഇതൊരു വാളിന്റെ തിക്നെസ് ആണ്, ഇതൊരു പാനലാണ്. ഈ പാനലിന്റെ ഉള്ളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യും, ഒരു 2 mm വീതം ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്ലാസ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഉഷാറായി. ഓക്കെ, അപ്പൊ ഇതിനെ വേണമെങ്കിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കളർ ഒന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ഗ്ലാസ് കാണിക്കാൻ വേണ്ടി കളർ മാറ്റി. ഇതൊരു വുഡിന്റെ സർഫസ് ആയതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് അപ്പൊ ഇത് റെപ്രസെന്റേഷൻ എങ്ങനെ വരുന്നു അതിലും കൂടെ ഇവിടെ ഒരു പ്രാധാന്യമുണ്ട്. ഓക്കെ, വുഡിന്റെ സർഫസ് ആണ്. ഓക്കെ, നമ്മൾ ഹാച്ച് പഠിക്കും, അപ്പൊ ഒന്നും കൂടെ വ്യക്തമായിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ ഫൈൻ. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് അതൊരു ചേഞ്ചിലേക്ക് ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും ഇവിടെ എല്ലാ ചെറിയ ഓഫ്സെറ്റുകൾ ഇവിടെ വേണം, ആ ഒരു ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഒരു വിൻഡോ ആയിട്ട് വരാൻ വേണ്ടിട്ടോ. ഓക്കെ, അപ്പോ ഓസ്നാപ്പ് കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ ഫൈൻ. നമ്മൾ ഇന്നലെ റെക്ടാങ്കിൾ പറഞ്ഞു അല്ലെ. റെക്ടാങ്കിളിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്, പോളിഗൺ എന്ന് പറയുന്നത്. ഓക്കെ, പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഒരു നമ്പർ ഓഫ് 3 സൈഡ്സിന് മുകളിലുള്ളതിനെ എല്ലാത്തിനെയും പോളിഗൺ എന്ന് പറയാം അല്ലെ. ഓക്കെ, 2 to 3 ട്രയാങ്കിൾ ഇസ് എ പോളിഗൺ, റെക്ടാങ്കിൾ ഇസ് എ പോളിഗൺ.
ഓക്കെ, പെന്റഗൺ, ഹെക്സഗൺ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര സൈസ് വേണം എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, എത്ര നമ്പർ ഓഫ് ഷേപ്പ് വേണം. പോളിഗൺ എങ്ങനെ ഞാൻ എടുത്തത്, ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, POL എന്നുള്ള ഷോർട്ട് കീയിലേക്ക് വരാം, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റെക്ടാംഗിൾ ഐക്കൺ ഡ്രോപ്പ് ഡൗൺ ചെയ്താൽ പോളിഗൺ എന്നൊരു ഷോർട്ട് ആണ്. പോളിഗൺ പറഞ്ഞ ഒരു നമ്പർ ഓഫ് സൈഡ് ചോദിക്കുന്നുണ്ട് അല്ലെ, ഞാൻ 8 സൈഡ് എന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി സെന്റർ ഓഫ് പോളിഗൺ, പോളിഗണിന്റെ സെന്റർ അവിടെ ആണ്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവർ ചോദിക്കും ഇൻസ്ക്രൈബ്ഡ് വേണോ സർക്കംസ്ക്രൈബ്ഡ് വേണോ. ഓക്കെ, സെന്റർ കൊടുത്ത് ഇൻസ്ക്രൈബ്ഡ് കൊടുത്ത് എന്തായാലും ആ ഒരു ഇതിന്റെ പോയിന്റ്, കൺട്രോൾ പോയിന്റ് ഇവിടേക്കാണ് വരുന്നത് അല്ലെ. ഓക്കെ, അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അഗെയിൻ POL എന്ന് കൊടുത്തു. ഓക്കെ, ഞാനൊരു 8 സൈഡ് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, സെന്റർ ഏകദേശം ഇതേ പോയിന്റ് തന്നെ സ്നാപ്പ് ചെയ്ത് ഇവിടെ സെന്റർ എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ സർക്കംസ്ക്രൈബ് കൊടുത്താൽ ഓക്കെ, നോക്കി അതിന്റെ പുറത്തത്തെ എഡ്ജിലേക്കാണ് എനിക്ക് കൺട്രോൾ വെർട്ടിസസ് കിട്ടുന്നത് അല്ലെ. ശരിയല്ലേ, ഇവിടെ നമുക്ക് ഇൻസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കോർണറിലേക്കായിരുന്നു, അല്ലെങ്കിൽ ഇത് പുറത്തത്തെ എഡ്ജിലേക്കാണ് അതിന്റെ സെന്റർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടുക. ഞാൻ ഒരു സർക്കിൾ വരച്ചു, ഒരു പോളിഗൺ POL എന്ന് പറയുന്നു, 8 സൈഡ് തന്നെ. ഓക്കെ, സെന്റർ ഓഫ് ദ പോളിഗൺ എന്തായിരിക്കും, ഇതേ സെന്ററിൽ തന്നെ കൊടുത്തു. ഓക്കെ, ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചു. ഓക്കെ, ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എന്ന് വരച്ച് ഈ ഒരു പോയിന്റ് കൊടുത്തു. അപ്പൊ സർക്കിളിന്റെ ഉള്ളിലാണ് കൺട്രോൾ പോയിന്റ്, കൺട്രോൾ വെർട്ടിസസ്, ഇതാണ് അതിന്റെ കൺട്രോൾ വെർട്ടിസസ് കേട്ടോ. ഇത് സർക്കിളിന്റെ ഉള്ളിലേക്ക് വരും. അഗെയിൻ POL എന്നുള്ള കോൺസെപ്റ്റ് 8 സൈഡ് തന്നെ വെച്ചുകൊണ്ട് ഓക്കെ, സെന്റർ ഓഫ് ദ വീണ്ടും അതേ സെന്ററിൽ തന്നെ പ്രാവശ്യം ഇൻസ്ക്രൈബ്ഡ് എന്ന് പറയാൻ സർക്കംസ്ക്രൈബ്ഡ് ആയിട്ട് ഞാൻ വരച്ചു. ഓക്കെ, അതേ പോയിന്റ് തന്നെ ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തത് എന്തുണ്ടായി നോക്കി, അതേ പോയിന്റ് തന്നെ ഔട്ട് സൈഡ് ആയിട്ട് ടാൻജന്റലി ഔട്ട് സൈഡ് ആയിട്ട് ക്രിയേറ്റ് ആയി. അതാണ് ഇൻസ്ക്രൈബ്ഡും സർക്കംസ്ക്രൈബും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പോളിഗൺ ക്രിയേറ്റ് ചെയ്യാം POL. ഓക്കെ, പോളിഗൺ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഓക്കെ 1024 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ 1024 അല്ലേ. ഓക്കെ, ആ ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം സർക്കിളിന്റെ നമ്പർ ഓഫ് സൈഡ്. ഓക്കെ, 3നും 10024 ഇടയിലായിരിക്കണം നമ്മുടെ സൈഡ്. അപ്പൊ ഒരു 1000 ആണ് സൈഡ് എന്നെങ്കിൽ എന്ത് വരും, പോളിഗൺ വിത്ത് ഓക്കെ 1000 സൈഡ് ആണെങ്കിൽ എന്ത് വരും, സെന്റർ പോയിന്റ് പറഞ്ഞു, സർക്കംസ്ക്രൈബ് പറഞ്ഞു. ഓക്കെ, ഇറ്റ്സ് ഫീൽ ലൈക്ക് എ സർക്കിൾ, ഫീൽ ലൈക്ക് എ സർക്കിൾ അല്ലെ. ഒരു 1024 വരെ നിങ്ങൾ ഡിഗ്രി കൺവേർട്ട് ചെയ്ത് മനസ്സിലാവും. 1024 1024 വരെ ഇത് ഓരോരോ ചെറിയ ചെറിയ സെഗ്മെന്റുകളായിട്ടുള്ള ഓക്കെ ഓരോ പീസുകളായിട്ട് കണ്ടോ, കാണണ്ടോ, സെലക്ട് ചെയ്യുമ്പോൾ കാണണ്ടോ, ഇതൊക്കെ ഓരോ സൈഡാണ്. ഇത് സ്മോൾ ആംഗിളിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പൊ പോളിഗൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണിക്കും. ഓക്കെ, ഞാനൊരു 500 കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ പോളിഗൺ എന്ന് പറയുന്നത് സർക്കംസ്ക്രൈബ് ഇൻസ്ക്രൈബ്ഡ് കൊടുത്തു. ഫീൽ ലൈക്ക് എ സർക്കിൾ അല്ലേ. ബട്ട് ഇവിടെ കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ കണ്ടോ. അപ്പൊ ഓരോ ലൈൻസും ചെറിയൊരു ആംഗിൾ, ഒരു ലൈൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പകരം ഓരോന്നിനെ ചെറിയ ആംഗിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്താണ് ഒരു സർക്കിൾ സർക്കിളിലേക്ക് മാറ്റുക. 3 മുതൽ 1024 കൗണ്ടിൽ വരെ പോളിഗൺ വരയ്ക്കാം. ഇതെന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ല, പോളിഗൺ വിത്ത് ഡിഫറെന്റ് സൈഡ്സ് ആണ്. ഓക്കെ, പോളിഗൺ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. POL എന്നാണ് ഷോർട്ട് കീ, ഓർ യു ക്യാൻ ആക്സസ് ഫ്രം ദ റിബൺ ഹിയർ. ഓക്കെ, POL എന്നാണ് ഷോർട്ട് കീ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം റെക്ടാംഗിൾ പോളിഗൺ. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ആരെങ്കിലും ഒന്ന് കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, അതാണ് ബെറ്റർ കേട്ടോ. ഓക്കെ, മെസ്സേജ് അയച്ചത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, ഫൈൻ, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. തുടക്കത്തിൽ സിമ്പിൾ ടൂൾസ് ആയിട്ട് തോന്നാം, ബട്ട് ഇത് നെസസറി ആണ്, നമ്മുടെ ഫീൽഡിലേക്ക് ഇത് നെസസറി ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ടൂൾസ് വെച്ച് പറയുന്നത്. നിങ്ങൾക്ക് ഓരോ എക്സസൈസ് നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്നത്, നിങ്ങൾ അത് സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടൂൾസിൽ നിങ്ങൾക്കൊരു ഓക്കെ എന്നൊരു ഫീൽ നിങ്ങൾക്ക് വരും. ഓക്കെ, അങ്ങനെ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ചെയ്യുന്നില്ല എന്നല്ല, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, ആർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. എങ്ങനെയാണ് ഒരു ആർക്ക് എന്ന് പറയുന്നത്, എന്താണ്? ഓക്കെ, ഫൈൻ. ആർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഡിവൈഡ് ചെയ്തിട്ട് പോയിന്റ് വിസിബിൾ ആണല്ലോ. ഓക്കെ ഫൈൻ, ഒന്നുകൂടെ പറയാം. ഓക്കെ, ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ എൻറ്റർ ഒരു ലൈൻ സ്പെസിഫൈ ചെയ്തു. ഇനി ഡിവൈഡ് ചെയ്തു അല്ലെ, DIV എന്ന് കൊടുത്തു, ഡിവൈഡ് ചെയ്യുന്നു, സോഴ്സ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഞാനൊരു 5 അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 8 ആയിക്കോട്ടെ, 8 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. അപ്പൊ 8 സെഗ്മെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി അതിനെ കാണിച്ചു തരാൻ വേണ്ടി PT നോട്ട് ചെയ്യുക. PT എന്നാണ് പോയിന്റ് ടൈപ്പ്. ഓക്കെ, PT പോയിന്റ് ടൈപ്പ് അല്ലെങ്കിൽ പോയിന്റ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. പോയിന്റിന്റെ ടൈപ്പ് എങ്ങനെ കാണിച്ചു തരണം നമുക്ക്, അത് കാണിക്കാനാണ് കേട്ടോ. PT അല്ലെങ്കിൽ പോയിന്റ് ടൈപ്പ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. PT ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോഴാണ് പോയിന്റ് സ്റ്റൈൽ എന്നുള്ളത് ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, ഇവിടെ സൈസ് മാറ്റാം. ഓക്കെ,
നമുക്ക് അതിന്റെ സൈസിന്റെ വേണം എൻലാൻസിന് എൻഹാൻസ് നമ്മൾ അടുത്തൊരു പോയിന്റ് സ്റ്റൈൽ കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അഗെയിൻ കം ബാക്ക്, അഗെയിൻ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് വരും. ക്ലിയർ ആണോ? ചോദിച്ച ആൾക്ക് ക്ലിയർ ആണോ? ചോദിച്ചത് ദേവിക. ഓക്കെ ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇടുക, നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോവാട്ടോ. ഓക്കെ ഓക്കെ ഫൈൻ. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താ അഗെയിൻ പി ടിയിലേക്ക് വരിക, അതിനെ നോർമൽ പോയിന്റ് ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കാണിക്കാത്ത രീതിയിൽ ഇതോളൂ. ഓക്കെ ക്ലിയർ. അപ്പൊ അത് പറഞ്ഞു. ഓക്കെ, ഈ കാര്യങ്ങൾ പറഞ്ഞു. ആർക്ക് സ്റ്റാർട്ട് ചെയ്യണം? നമുക്ക് ആർക്ക് നമുക്ക് പല രീതിയിൽ വരയ്ക്കാം അല്ലെ. ഓക്കെ, 9 സ്റ്റെപ്പ് സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, പ്ലസ് 2 ഉള്ള സ്റ്റെപ്സ് ആണ് നമുക്കുള്ളത്. 9 സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. 3 6 6 9 പ്ലസ് 2 സ്റ്റെപ്പ് കൂടെ നമുക്ക് 9 രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് വരയ്ക്കാം. വളരെ എളുപ്പമാണ്, ഇവിടെ ഒന്നും പഠിക്കാൻ കാര്യം ഒന്നുമില്ല. ആ ഓർഡർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, പേരിന്റെ ഓർഡർ ശ്രദ്ധിക്കുക. നമ്മൾ ഒക്കേഷണലി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, പേരിന്റെ ഓർഡർ നോക്കി എന്ത് ചെയ്യാം, നമുക്ക് വരും. 3 പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 2 3 പരിപാടി. ഓക്കെ, 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 1 ഞാൻ ഇവിടെ, 2 ഇവിടെ, ഓക്കെ 3 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആർക്ക് ക്രിയേറ്റ് ആയി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യണമെങ്കിൽ ഓക്കെ 1 2 ഇവിടെ അല്ല കൊടുക്കേണ്ടത് അല്ലെ. ഓക്കെ ഓക്കെ, ആർക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, എ എന്നാണ് എൻ്റർ എഴുതിയ, അപ്പോൾ സെന്റർ പോയിന്റ് ആണോ കമാൻഡ് നൽകി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായി കണ്ടോ. ഈ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആർക്കായിട്ട് അത് മാറും. ഓക്കെ, അപ്പൊ ആ കമാൻഡ് ശ്രദ്ധിക്കുക. ഇവിടുത്തെ 3 പോയിന്റ് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ദെൻ തേർഡ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണോ നമുക്ക് ആവശ്യം അതുപോലെ കസ്റ്റമൈസ് ചെയ്യും. ഇതിന് മുകളിൽ ഒരു ഹെഡ് ലാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കുക. ARC എന്നാണ് കമാൻഡ് ഞാൻ കൊടുത്തു. സോറി, ARC എന്ന കമാൻഡ് കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം 3 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ്, ദെൻ സെക്കൻഡ് പോയിന്റ് എവിടെ വേണം ഞാൻ ട്രാക്ക് ചെയ്യുക, കാരണം കറക്റ്റ് എനിക്ക് സെന്റർ കിട്ടാൻ വേണ്ടി ഞാൻ ട്രാക്ക് ചെയ്യുക. സെന്റർ കിട്ടിയാൽ ഇതാ അവിടെ ഒരു ആംഗിൾ ആയിട്ട് ക്രിയേറ്റ് അല്ലെ, ക്രിയേറ്റ് ചെയ്യാലോ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. 3 പോയിന്റ് ആർക്ക് വളരെ ഈസി ആയിട്ട് സെന്റർ എന്നുള്ള പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് 3 പോയിന്റ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഒരു ടിപ്പായിട്ട് പറയാണ്. എങ്ങനെയാണ് അവിടെ വേണ്ടതെന്ന് ആലോചിക്കുക, ദെൻ നമുക്ക് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. 3 പോയിന്റ് ആർക്ക്. ഓക്കെ, ഇനി സ്റ്റാർട്ട്, സെന്റർ, എൻഡ്. സിമിലർലി അല്ലെ, സ്റ്റാർട്ട്, ഓക്കെ സെന്റർ, ഓക്കെ ദെൻ എൻഡ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ താഴേക്ക് വരാനുള്ള കാരണം എന്തായിരിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, താഴേക്ക് വരാനുള്ള. ഞാൻ സ്റ്റാർട്ട്, ഓക്കെ സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്നാണ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ആർക്കിലേക്ക് പോയിട്ട് സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്നുള്ളതിന് പകരം ഓക്കെ സ്റ്റാർട്ട് കൊടുത്തു, സെന്റർ പോയിന്റ് ഞാൻ ഇതാന്ന് കൊടുത്തു, എൻഡ് പോയിന്റ് ഞാൻ ഇതാ ഇത്രേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇവിടെ വരെ എൻഡ് ഉണ്ട്, കാരണം റേഡിയസ് സ്പെസിഫൈഡ് ആയി അവിടെ. ഓക്കെ, റേഡിയസ് അവിടെ സ്പെസിഫൈഡ് ആയി കഴിഞ്ഞു. ഓക്കെ ഫൈൻ, ക്ലിയർ ആണ്. സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്ത എന്തായി, ഹാഫ് റേഡിയസിലേക്ക് കയറുന്നത്. ഇവിടുത്തെ 180, ഇവിടുത്തെ 270, ഇവിടുത്തെ 0 പോയിന്റിലേക്ക് വന്നു, അല്ലെങ്കിൽ ക്ലിയർ ആണോ? എന്ത് ചെയ്തു, സ്റ്റാർട്ട് സെന്റർ എൻഡ് അല്ലെ, സ്റ്റാർട്ട് പോയിന്റ്, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, സെന്റർ പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ, ദെൻ എൻഡ്. എൻഡ് ഇവിടെ ആവാം, 90 ഡിഗ്രി എൻഡ് ആവാം, 180 ഡിഗ്രി ആവാം. ഇത് F8 ഓഫ് ചെയ്ത് തരുന്നുണ്ടാവും, നമുക്ക് ആവശ്യമുള്ള ഡിഗ്രിയിലേക്ക് വേണമെങ്കിൽ പോവാം. ഓക്കെ, ആവശ്യമുള്ള ഒരു ഡിഗ്രിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഡിഗ്രിയിലുള്ള ആർക്ക് സെറ്റ്. ഓക്കെ, വേണ്ട, നമ്മൾ എന്ത് ചെയ്യുന്നു, ആർക്കിലേക്ക് പോയി സ്റ്റാർട്ട് സെന്റർ എൻഡ് കൊടുത്തു, സ്റ്റാർട്ട് പോയിന്റ്, ദെൻ സെന്റർ പോയിന്റ്, ദെൻ ഞാൻ ഇവിടെയാണ് എൻഡ് പോയിന്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടായിരിക്കും താഴേക്ക് വന്നിട്ടുണ്ടാവുക? അത് ആന്റി ക്ലോക്കിലാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. നേരെ തിരിച്ച് ചെയ്താലോ, നോക്കി ആർക്ക് എന്ന് പറഞ്ഞു സ്റ്റാർട്ട് സെന്റർ എൻഡ്, സ്റ്റാർട്ട് ഇവിടെ ഓക്കെ F8 ചെയ്തു, ഫൈൻ, സെന്റർ വിട്ടിട്ട് നേരെ ഓപ്പോസിറ്റ് ആയി. ആ ഒരു ആംഗിൾ ഡയറക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ആന്റി ക്ലോക്കിലാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കൺസെപ്റ്റിലാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓർഡറിനെ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് സെന്റർ ആംഗിൾ എന്തായിരിക്കാം? സ്റ്റാർട്ട് സെന്റർ ആംഗിൾ എന്തായിരിക്കും അല്ലെ. സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഇവിടെ, സെന്റർ പോയിന്റ് ഞാൻ ഇവിടെ പറഞ്ഞു, പിന്നെ നമുക്ക് പറയാനുള്ള ഒരു ആംഗിൾ ആണ് അല്ലെ, ആംഗിൾ പറഞ്ഞു കൊടുക്കാം അല്ലെ. അപ്പൊ അവർ പറയും ആംഗിള് ഒന്നുകിൽ F8 യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മൗസ് കൊണ്ട് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ ടൈപ്പ് ചെയ്യാം. ഞാൻ 90 എന്ന് ടൈപ്പ് ചെയ്ത് എന്തായി, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാ, ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ, ആംഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ക്ലിയർ ആണെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് ആ 90. ഓക്കെ, അപ്പൊ ആംഗിൾ വേണമെങ്കിൽ എത്ര വേണം ടൈപ്പ് ചെയ്യാലോ. ഓക്കെ, സ്റ്റാർട്ട് പോയിന്റ്, എൻഡ് പോയിന്റ്, ദെൻ ആംഗിൾ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് പോയിന്റ്, ഓക്കെ
ആന്റി ക്ലോക്ക് വൈസ് ആക്കുന്നത് UN-ലേക്ക് പോയി കഴിഞ്ഞാൽ ടേംസ് ബൈ ഡിഫോൾട്ട് തന്നെ മാറ്റാനാണെങ്കിൽ UN-ലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ ക്ലോക്ക് വൈസ് ആക്കാം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇഷ്യൂ ഇല്ല. ഓക്കെ, സ്റ്റാർട്ട് സെന്റർ ഉണ്ടല്ലോ നമ്മളിവിടുത്തെ സ്റ്റാർട്ട് സെന്റർ ഉണ്ട്. സ്റ്റാർട്ട് സെന്റർ ഞാൻ F8 ചെയ്തു. ഓക്കെ, എൻഡ്. ഓക്കെ, അങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എൻഡർ കൊടുത്തപ്പോൾ ഒരു ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. ഓക്കെ, ഞാനൊരു 30 വിത്ത് 45 വിത്ത് ആംഗിൾ 45 എന്ന് കൊടുക്കുകയാണ്. ആംഗിൾ 45 എന്ന് കൊടുക്കുമ്പോഴാണ് യൂസിലേക്ക് വരിക. ഓക്കെ, കണ്ടോ, ആ സർജിൽ പോയിന്റ് നിന്ന് 45, അതായത് ഈ പോയിന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ആന്റി ക്ലോക്ക് ആയിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യണു. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഒരു ആർക്ക് പറഞ്ഞു അല്ലെ. മൂന്നാമത്തെ ലെവൽ സ്റ്റാർട്ട് സെന്റർ ലെങ്ത്. അപ്പൊ എന്തായിരിക്കും, സ്റ്റാർട്ട് സെന്റർ ആണ് ഇത് വിചാരിക്കുക കേട്ടോ. സെന്റർ ദെൻ ലെങ്ത്. എന്ത് ലെങ്ത് ആയിരിക്കും അത്? കോഡ് ലെങ്ത് ആണ് നമ്മളോട് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെ. കോഡ് ലെങ്ത് ആണ് ഞാനൊരു 250 എന്ന് സ്പെസിഫൈ ചെയ്തു. ഓക്കെ, എന്തായിരിക്കും സ്പെസിഫൈ ചെയ്യേണ്ടാവുക? കോഡ് ലെങ്ത് ആണ് ഇവിടെ നമുക്ക് എന്തായിരിക്കുന്നത് സ്പെസിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. 250 എന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഡ് അല്ലെ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു ലൈൻ ലെങ്ത് ആയിരിക്കും ഈ പറയുന്ന 250. ഓക്കെ, ഈ ലൈനിന്റെ ലെങ്ത് ആയിരിക്കും നമ്മൾ എത്രയാണോ വാല്യൂ കൊടുത്തത് ആ വാല്യൂയിലേക്കുള്ള ഒരു ലൈൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യുന്നുള്ളത്. ഓക്കെ, എന്താ അതിന്റെ ലെങ്ത്, വൈ ഡിസ്റ്റൻസ് ലെങ്ത് എങ്ങനെ ചെയ്യുന്നുള്ള പറയാം. ലെങ്ത് എന്ന് പറയുന്നത് നോക്കി 250 തന്നെ കിടക്കുന്നുണ്ട് അല്ലെ. L=250 എന്നുള്ളതാണ് കിടക്കുന്ന ലെങ്ത്. ഓക്കെ, അപ്പോ അടുത്ത മെത്തേഡ് പറഞ്ഞു, സിമ്പിൾ ആണ്. സ്റ്റാർട്ട് സെന്റർ ലെങ്ത്. നിങ്ങൾക്ക് കുറച്ച് ബോർഡ് പോലെ തോന്നും, ബട്ട് ഈ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഓക്കെ, സ്റ്റാർട്ട് സെന്റർ ആംഗിൾ എന്താണ്? സ്റ്റാർട്ട് സെന്റർ ഇതായിരിക്കണം. ആംഗിൾ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഇവിടെ വരേണ്ട ആംഗിൾ, ഇൻ ബിറ്റ്വീൻ അതായിട്ട് വരുന്നത്. ഞാനൊരു 45 ഡിഗ്രി കൊടുത്തിരിക്കുക കേട്ടോ. എന്താണ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവുക? ആംഗിൾ എവിടെയാണെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ആംഗുലാർ എടുത്തൊന്ന് കാണിക്കാം. ഓക്കെ, ഇതാ മനസ്സിലായോ? ഈ ഒരു ഇൻ ബിറ്റ്വീൻ പോയിന്റിൽ ഇതൊരു പോയിന്റ് ആയിട്ട് മീറ്റ് ചെയ്യൂല. ഈ ഒരു പോയിന്റ് അവിടത്തെ ഒരു സർക്കംഫറൻസിന്റെ ആംഗിൾ 45 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ലൈൻ ആയിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതാ ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് എൻഡ് പോയിന്റ് നമ്മളല്ലേ പറഞ്ഞു കൊടുത്തത്. സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും നമ്മളോട് പറഞ്ഞത് ഈ ഒരു ആംഗിൾ ആണ് 45 എന്ന് പറയുന്ന ഡിഗ്രി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സ്റ്റാർട്ട് സെന്റർ ആംഗിൾ. ഓക്കെ, നെക്സ്റ്റ് കമാൻഡിലേക്ക് പോകുന്നു. സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ. അപ്പൊ ഇത്രയും നേരം സ്റ്റാർട്ടും സെന്ററും ആയിരുന്നു. പയ്യെ നമ്മൾ ഇതിലേക്ക് മാറി, സ്റ്റാർട്ടും എൻഡിലേക്ക് മാറി. സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് പോയിന്റ്, ദെൻ എൻഡ് പോയിന്റ്, ദെൻ എന്താണ് ഡയറക്ഷൻ ആണ് നമുക്ക് ചൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഡയറക്ഷൻ ആണ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഡയറക്ഷൻ ആണ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനിലേക്ക് ആണ്? സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ. പല യൂസുകളാണ് ഇതിനുള്ളത്. പല യൂസുകൾ വെച്ച് നമുക്ക് ഇതിനെ വരയ്ക്കാം. നേരത്തെ നമ്മൾ ഇന്നലെ രണ്ട് ലൈൻസ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ലൈനും ഇങ്ങനെ ഒരു ലൈനും ഉണ്ട് അല്ലെ. ആ കൺസെപ്റ്റ് സർക്കിൾ വെച്ച് നമ്മൾ വരച്ചിട്ട് ട്രിം ചെയ്ത് കൊടുക്കുള്ളൂ. ആ കേസിൽ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ യൂസ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് എൻഡ് ദെൻ ഡയറക്ഷൻ. നിങ്ങൾ ഒരു എക്സസൈസ് നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും. അത് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഒരു മാർഗം എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾ അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈസിയിലേക്ക് വരാൻ പറ്റും. സ്റ്റാർട്ട് എൻഡ് റേഡിയസ് എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയ റേഡിയസ് അറിയായിരുന്നു അല്ലെ. ഇന്നലെ ചെറിയ റേഡിയസ് അറിയാം, 20 ഇന്നലത്തെ റേഡിയസ്. ഓക്കെ, അത് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷൻ ചൂസിന്റെ കാര്യം നോക്കി. സ്റ്റാർട്ട് എൻഡ് റേഡിയസിലേക്ക് കഴിഞ്ഞാൽ സ്റ്റാർട്ട് എൻഡ് റേഡിയസ് അറിയുമെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ തൽക്കാലത്തേക്ക് ഞാനൊരു 250 എന്നുള്ള റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഏകദേശം സ്റ്റാർട്ട് ഇവിടെ ആയതുകൊണ്ടാണ് താഴേക്ക് വരുന്നത്. സ്റ്റാർട്ട് ഇവിടെ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് എൻഡ്. ഓക്കെ, ക്ലിയർ ആണ് വരുന്നത്. സ്റ്റാർട്ട് എൻഡ് റേഡിയസ്. ഇനി സെന്റർ സ്റ്റാർട്ട് എൻഡ് എന്തായിരിക്കും? സെന്ററിലേക്ക് ഇതിന്റെ സെന്റർ പോയിന്റ് കിട്ടണമെങ്കിൽ ഇതാ എന്ത് ചെയ്യാം? മിഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇതാ ഇതിന്റെ സെന്റർ കിട്ടണം. ഓക്കെ, സെന്ററിൽ പോയിന്റ് വന്നു. ദെൻ സെന്റർ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്ന് വേണം? എൻഡ് പോയിന്റ് എവിടെ വേണം? ഇതും ആ ഒരു മെത്തേഡ് തന്നെ അല്ലെ. സെയിം ഓപ്ഷൻ തന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻ, നിങ്ങൾക്ക് ഡ്രോയിങ്ങിന്റെ കൺസ്ട്രെയിൻ ഡാറ്റ എങ്ങനെയാണോ അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. പ്രാക്ടിക്കൽ കേസിൽ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തോളണമെന്നില്ല. ബട്ട് ഒരു സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് നോളജിലായിട്ട് പഠിക്കണം. നാളെ നിങ്ങൾ പറയരുത് ഓക്കെ നാളെ നമുക്ക് തോന്നരുത് അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ അത് പറഞ്ഞില്ലോ എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് A to Z ഡാറ്റ നമ്മൾ പോകുന്നത് കേട്ടോ. ഫൈൻ. ഇനി സ്റ്റാർട്ട് എൻഡ് റേഡിയസ് കഴിഞ്ഞു. സെന്റർ. അപ്പൊ ഇത്രയും നേരം സ്റ്റാർട്ട് എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ ഒരു പോയിന്റ്. നമ്മുടെ കമാൻഡ് ഓർഡർ എന്തായിരുന്നു? സ്റ്റാർട്ട് എന്ന് പറയുന്നതായിരുന്നു. ഇനി നമ്മൾ അതിന് ശേഷം ചേഞ്ച് ചെയ്യാണ്.
ഓക്കെ സെന്റർ സ്റ്റാർട്ട് എൻഡിലേക്ക് വരികയാണ് അല്ലെ. സെന്റർ ആണ് ആദ്യം ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്. സെന്റർ ആണ് സ്റ്റാർട്ട് ആണ് ഞാൻ ആദ്യം സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ സ്റ്റാർട്ട് പോയിന്റ് ആണ് എൻഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു പോയിന്റിലുള്ള ഏറ്റവും ചെറിയ റേഡിയസിൽ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഫൈൻ. സ്റ്റാർട്ട് സെന്റർ സ്റ്റാർട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ സെന്റർ സ്റ്റാർട്ട് ആംഗിൾ സെന്റർ സ്റ്റാർട്ട് ദെൻ ആംഗിൾ. ഓക്കെ അഗെയിൻ സെന്റർ സ്റ്റാർട്ട് പോയിന്റ് താഴേക്ക് വരണം അല്ലെ. ആംഗിൾ ഞാൻ എന്ത് ചെയ്യുന്നു നേരത്തെ അതേ കൺസെപ്റ്റ് ഞാൻ 270 എന്നുള്ള ആംഗിൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ നിങ്ങൾക്ക് തോന്നുന്നത് ഫുൾ ആയിട്ട് ഒന്നുമില്ല. മുകൾ ഭാഗത്തെ ആംഗിൾ ഇവിടത്തെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ എത്രയിലായി 270 ഇവിടെ മുതലുള്ള ആംഗിൾ 270 ക്രിയേറ്റ് ആയി. ഓക്കെ അഗെയിൻ കാൽക്കുലേഷൻ എങ്ങനെയാ വൈസ് വേഴ്സ അല്ലെങ്കിൽ ആന്റി ക്ലോക്കിലാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഓക്കെ സെന്റർ ഇത് നമ്മൾ സെയിം ആണല്ലേ. ഇവിടെ സ്റ്റാർട്ട് സെന്റർ ലെങ്ത് ഏതാണ് എന്താ സെന്റർ സ്റ്റാർട്ട് ലെങ്ത് ആണ്. സെന്റർ സ്റ്റാർട്ട് പോയിന്റ് അതിന്റെ ലെങ്ത്. ഓക്കെ സെന്റർ സ്റ്റാർട്ട് പോയിന്റ് അതിന്റെ ലെങ്ത് ഞാൻ ഒരു 800 എന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ലെങ്ത് 800 ആയിരിക്കും. ഓക്കെ നമുക്ക് നോക്കാമാണെങ്കിൽ ഡി ഒരു ലൈൻ ആയിട്ട് വരച്ചിട്ട് വേണമെങ്കിൽ നോക്കാം. ഓക്കെ കോഡ് ലെങ്ത് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. കോഡ് ലെങ്ത് ആണ് പറയുന്നത്. കോഡ് ലെങ്ത് അനുസരിച്ചാണ് സ്പെസിഫൈ ആക്കുന്നത്. ഓക്കെ ഡയമെൻഷൻ ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കും. കുറച്ച് പേരൊക്കെ ആ എക്സസൈസിൽ ഞാൻ കണ്ടു. ചിലരുടെ എക്സസൈസിൽ ഡയമെൻഷൻ ചെയ്ത് തന്നെ കണ്ടു. ഓക്കെ ഫൈൻ 800 എന്നുള്ള ഒരു ഡയമെൻഷൻ അല്ലെ. 800 കൊടുത്താൽ ആ ഒരു വാല്യൂ കിട്ടും. ഇതാണ് ആർക്കിനെ പറ്റി പറയാനുള്ളത്. ഇതേപോലെ എക്സസൈസസ് ഉണ്ട് വരും ആർക്കിനെ പറ്റി പറയാം. പിന്നെ ഒരെണ്ണം കണ്ടിന്യൂ എന്നാണ്. ഞാനിപ്പോ എന്തെങ്കിലും ഒരു ആർക്ക് വരച്ചു നോർമലി ഒരു ആർക്ക് വെച്ചു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ആർക്ക് വരച്ചു. ഞാൻ ഇവിടെ വന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിച്ചാൽ ആ ആർക്കിന്റെ എൻഡ് പോയിന്റ് എവിടെയാണോ ഓക്കെ ആ ആർക്കിന്റെ എൻഡ് പോയിന്റ് എവിടെയാണോ അവിടെ നിന്ന് എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഇങ്ങനെ വരച്ചു പോകുമ്പോൾ കൺട്രോൾ ഹോൾഡ് ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ കൺട്രോൾ ടു സ്വിച്ച് ഡയറക്ഷൻ എന്നുള്ള ഓപ്ഷൻ കണ്ടോ. ഓക്കെ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സ്പെസിഫൈ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ ക്ലിയർ. അതേ കമാൻഡ് തന്നെ എന്റർ അടിച്ചു കഴിഞ്ഞാൽ then they continue. ഓക്കെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ ആർക്ക് കണ്ടിന്യൂ എന്നുള്ളത് ഫൈൻ ക്ലിയർ ആണോ. അപ്പൊ എവിടെയാണ് എൻഡ് ചെയ്തത് ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാം. സ്പേസ് അടിച്ച് ഇങ്ങനെ പോയാൽ മതി. ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് അഗെയിൻ സ്റ്റാർട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. ആർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടിന്യൂ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇനി ഞാൻ ഒരു കമാൻഡ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമുക്ക് എക്സസൈസ് തരാം. ഞാൻ ഹാച്ച് ചെയ്യാനുള്ള ഒരു കമാൻഡ്. അപ്പൊ നമുക്ക് ഡ്രോയിങ് ടൂൾസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്ക് എലിപ്സ് ഉണ്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് പറയാം. ഓക്കെ ഹാച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേർഡ് പോയി കഴിഞ്ഞാൽ ഓക്കെ സ്പ്ലൈൻ ഉണ്ട് ഹാച്ച് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കൂടാതെ അതിനൊപ്പം ഞാൻ ഫില്ലറ്റ് എന്നുള്ള പറഞ്ഞു ട്രിം പറഞ്ഞു റൊട്ടേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ മിറർ പറയാം. ഓക്കെ ഇത് പറയാം അല്ലെ. ഓക്കെ ഫൈൻ. മിററൊക്കെ എക്സാം മിററൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ വരച്ച ഒരു റെക്ടാങ്കിൾ തന്നെ അല്ലെ. ഇന്നലെ ഒരു റെക്ടാങ്കിൾ വരച്ചു. തൽക്കാലം ഞാനൊരു ഡയമെൻഷൻ നോക്കാതെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു. ഓക്കെ റെക്ടാങ്കിൾ വരച്ചു അല്ലെ. അതൊരു എന്ത് ഫിഗർ ആയിരുന്നു. ഓക്കെ ഞാൻ ഇവിടെ ഒരു ഓഫ്സെറ്റ് കൊടുത്തിട്ട് ഒരു 20 ഞാൻ അഗെയിൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഓഫ്സെറ്റ് കൊടുത്തു. 20 തന്നെ കൊടുത്തു ഇവിടുന്ന്. ഓക്കെ വളരെ ചെറുതായിരുന്നു സോറി. ഓക്കെ നല്ല എൻട്രോ കൊടുത്തു. ഞാൻ ഓഫ്സെറ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു. ഒരു ഓഫ്സെറ്റ് ഒരു 800 എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു മിറർ നോക്കിയിട്ട് പോകാം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ മിറർ നോക്കിയിട്ടാണ് പോകും. മിറർ ഒരുപാട് എളുപ്പമുള്ളതും വളരെ വർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു നേരത്തെ നമ്മൾ ആർക്ക് കൺസെപ്റ്റ് പറഞ്ഞില്ല പല തരം ആർക്ക് യൂസ് ചെയ്യാം അല്ലെ. സ്റ്റാർട്ട് സെന്റർ എൻഡ് സ്റ്റാർട്ട് എൻഡ് ആംഗിളോ ഡയറക്ഷനോ ഏതാണോ നമുക്ക് ഉചിതമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് ഡയറക്ഷൻ മതി. സ്റ്റാർട്ട് ആൻഡ് ഡയറക്ഷൻ അല്ലെ. സ്റ്റാർട്ട് ഇവിടെ എൻഡ് ഇവിടെ ഡയറക്ഷൻ പോലെ ഞാൻ വരച്ചു. ഇതേ എലമെന്റ് തന്നെ എനിക്ക് താഴെ വേണം. വീണ്ടും വരയ്ക്കാൻ നിൽക്കണ്ട. സെലക്ട് ചെയ്യുക മിറർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഓക്കെ MI എന്നാണ് ഷോർട്ട്. ഓക്കെ മിറർ എന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ മിറർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ വരില്ല. അതായത് ഈ ഒരു ലൈനിന്റെ എക്സാക്ട് പകുതിയിൽ നിന്ന് പ്രത്യേകിച്ച് ചെയ്തില്ല. ഈ ഒരു പോയിന്റ് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. താഴെ ഉണ്ടോ പ്രിവ്യൂ കാണിക്കണുണ്ടോ. പ്രിവ്യൂ പോലെ കാണിക്കും അല്ലെ. ഞാൻ ഇങ്ങനെയാണ് പറയുകയാണെങ്കിൽ എന്തായി ഇങ്ങനെയുള്ള ഒരു എലമെന്റ് നേരെ ഒരു കോപ്പി ഇങ്ങനെയുള്ളതിനെ നേരെ ഇപ്പുറത്തേക്ക് ഒരു കോപ്പി വെച്ച പോലെ. ഓക്കെ ക്ലിയർ. ഓക്കെ ഫൈൻ. ഓക്കെ അത് വിചാരിക്കും. മിറർ എന്ന് പറയുന്നത് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഓക്കെ ഇനി നമ്മൾ ഫില്ലറ്റ് ചെയ്തു. ഒന്നുകൂടെ ചെയ്യാം. ഫില്ലറ്റ് ചെയ്ത് നമ്മൾ റേഡിയസ് ഇന്നലെ ചെയ്തായിരുന്നു. ഫില്ലറ്റ് ചെയ്യാൻ 200 റേഡിയസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ മാത്രം ഈ രണ്ട് ലൈൻസിന് മാത്രം ഇവിടെ 200 വെച്ച് ചെറുതാണ്. അഗെയിൻ ഞാൻ ഫില്ലറ്റ് ചെയ്ത് മാത്രം ചെയ്തു വിചാരിക്കാം. ഓക്കെ മിറർ ചെയ്തു. ഒന്നുകൂടെ പറയാണ് സെലക്ട് ചെയ്യുക MI
ഓക്കെ, ഇതാണ് ലൈൻ. ഈ ലൈനിന്റെ സെന്റർ പോർഷൻ എന്ന് പറഞ്ഞാൽ പകുതി നേരെ താഴേക്ക് വരും അല്ലെ. ഈ പോയിന്റ് സെല്ലിൽ വരച്ചു. ഓക്കെ, അവർ ചോദിക്കും മിറർ ചെയ്ത് ഞാൻ ഒരു കമാൻഡ് ചോദിക്കുന്നില്ലേ, സോഴ്സ് ഒബ്ജക്റ്റിനെ എറേസ് ചെയ്യുന്നു. സോഴ്സ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിലീറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. യെസ്. ഓക്കെ, സോഴ്സ് ഒബ്ജക്റ്റിനെ എറേസ് ചെയ്യുന്നോ എന്നുണ്ടെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ എറേസ് ആവും, നോ കൊടുത്തു കഴിഞ്ഞാൽ നോ എന്നുള്ള കമാൻഡാണ് ആക്റ്റീവ് ആയിരിക്കുന്ന സ്പേസ് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഇതേ കൺസെപ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ വരച്ചിട്ടിരിക്കുന്നത് ഇതിന്റെ സെന്റർ ലൈനിൽ ഒരു ലൈനെ വരച്ചിട്ടുള്ളത്. ഇതാണല്ലോ സെന്റർ പോയിന്റ്. സെന്റർ പോയിന്റിൽ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ട്രിം ചെയ്ത് ഈ ലൈൻസിന്റെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈസിലി ഇതേ ഫിഗർ എനിക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയായിരുന്നു. എൻ്റെ ഇതിനെ സെലക്ട് ചെയ്തു. ഓക്കെ, മിറർ എന്ന് പറയുന്ന കമാൻഡിലേക്ക് പോയി. ഈ ലൈനിലല്ലേ, ഈ ലൈനിനും ഈ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതായി ഒരു ഈ ലൈനിനൊക്കെ എന്നുള്ള ചെയ്യാം. സെലക്ട് ചെയ്തു, MI എന്ന കമാൻഡിലേക്ക് പോയി. ഓക്കെ, ഈ ഒരു പോയിന്റിനെ സ്പെസിഫിക് ആയിട്ട് വരച്ചു. ദെൻ സോഴ്സ് ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യുന്നോ, ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സോഴ്സ് ഒബ്ജക്റ്റ് ഡിലീറ്റ് ആയി, അല്ലെങ്കിൽ എന്താ സോഴ്സ് ഡിലീറ്റ് ആവുന്നില്ല. ഓക്കെ, MI എന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, മിറർ. ദെൻ അഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റും താഴത്തെ പോയിന്റ് ചൂസ് ചെയ്തിട്ടുണ്ടായി മിറർ. ഇത് വേണമെന്നില്ല നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. സിമിലർലി ഒരു സിമെട്രിക് ഷേപ്പിനെ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിമെട്രിക് ആയിട്ടുള്ള ഷേപ്പിനെ നമുക്ക് ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മിറർ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, മിറർ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മിറർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, മിറർ ചെയ്യുമ്പോൾ ഗോപിക ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ, ചാറ്റിൽ മെസ്സേജ് ഇട്ടോളൂ. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. ഓക്കെ, ചാറ്റിൽ മെസ്സേജ്. ഓക്കെ, ഫൈൻ. അപ്പോ മിറർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കിട്ടി. ഓക്കെ, ഇനി ഇതുവരെ ഓക്കെ കൺട്രോൾ സെറ്റ് തന്നെയാണ് കേട്ടോ. അൺഡു ചെയ്യാനായിട്ട് കൺട്രോൾ സെറ്റ്. ഇത് എല്ലാവർക്കും നോർമലി അറിയുന്ന ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാതിരുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലൈൻ വരച്ചു. ഓക്കെ, അൺഡു. ഓക്കെ, മിററിനെ MI എന്നുള്ള ഷോർട്ട് കീ ഞാൻ പറഞ്ഞു, MI. ഓക്കെ, മിററിനെ MI എന്നാണ് ഷോർട്ട് കീ. ഓക്കെ, ബാക്ക് പോകാനാണെങ്കിൽ കൺട്രോൾ സെറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഫൈൻ. ഇനി നമുക്ക് മിറർ പറഞ്ഞല്ലോ, മിറർ ചെയ്യുമ്പോൾ സർ ട്രാക്കിംഗ് എങ്ങനെ ചെയ്യാം, ഏത് ട്രാക്കിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? പോളാർ ട്രാക്കിംഗ് ആണോ? ഏത് ട്രാക്കിംഗ് ആണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഓക്കെ, TRA എന്നുള്ളതല്ല ട്രാക്കിങ്ങിന്. ഓക്കെ, F3 അല്ലെങ്കിൽ DS എന്നുള്ള സെറ്റിംഗ്സ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ട്രാക്കിംഗ് സെറ്റിംഗ്സ് കിട്ടുക. ഓക്കെ, F11 ഡൈനാമിക് ഇൻപുട്ട് ഒബ്ജക്ട് സ്നാപ്പ്. ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ് F11 എന്നുള്ളതാണ് കൺസെപ്റ്റ്. DS എൻ്റർ കൊടുത്താൽ ഈ ഒരു ബോക്സിലേക്ക് വരാൻ പറ്റും നമുക്ക്. DS എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, DS എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റിലേക്ക് വരാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഫൈൻ. One second. ഓക്കെ, DS എൻ്റർ ആണ് കേട്ടോ. ഓക്കെ, DS എൻ്റർ ആണ്. ഓക്കെ, DS എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിലേക്ക് വരാം. ഇവിടെയാണ് നമ്മൾ ട്രാക്കിംഗ്, ഒബ്ജക്ട് സ്നാപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, ഫൈൻ. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ മിറർ 258 ആയില്ലേ. ഓക്കെ, എനിക്ക് 258 ആയിരിക്കും. മിറർ പറഞ്ഞല്ലേ, മിറർ ഓക്കെ ആണ് എല്ലാവർക്കും? മിറർ സ്കെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓക്കെയാണ്. 1 minute. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാൻ ഒരു ചാറ്റ് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, അൺഡു ചെയ്യാനാണെങ്കിൽ കൺട്രോൾ പ്ലസ് സെറ്റ് തന്നെയാണ് കേട്ടോ. എല്ലാ കമാൻഡിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനൊരു എൻ്റർ കൊടുത്തു, ലൈൻ വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൺട്രോൾ സെറ്റ് കൊടുത്ത് പോവാം. ഫുൾ എൻ്റെയിൽ കാണേണ്ടി വരും. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ 3 മണിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, 3 മണിക്ക് വേറെ ക്ലാസ് ഉണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആർക്ക് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തു, പോളിഗൺ നമ്മൾ പറഞ്ഞു, അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു, മിറർ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു, ഡിവൈഡ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഡിവൈഡ്? പിന്നെ നമ്മൾ തുടങ്ങിയ ലൈൻ ഒരു ആംഗിൾ വെച്ച് എങ്ങനെ വരയ്ക്കാന്നുള്ള പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ലൈൻ ഒരു ആംഗിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. റേ ലൈൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, റേ ലൈൻസ് വരയ്ക്കാൻ നമ്മൾ പറഞ്ഞു അല്ലെ. റേ ലൈൻ യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ചെയ്തത് അല്ലെ. കറക്റ്റ് സെന്റർ പറഞ്ഞു, ഡിവൈഡ്, റേ ലൈന്, അതുപോലെ ആർക്ക്, ദെൻ ആർക്ക് പറഞ്ഞു, മിറർ പറഞ്ഞു. നമുക്ക് റൊട്ടേറ്റ് ബാക്കി കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പോയിന്റ് സ്റ്റൈൽ. യെസ്, ഫൈൻ. ഓക്കെ, LB അബ്രഹാം. ഓക്കെ, പോയിന്റ് സ്റ്റൈൽ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഒരു ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ പോയിന്റ് സ്റ്റൈൽ മാറ്റാന്നാണ് പറഞ്ഞു അല്ലെ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ ഇട്ടോ. ഓക്കെ, സ്നാപ്പ്
യെസ് ഓക്കെ DS സെറ്റിംഗ്സിൽ നിന്നാണ് ഓസ്നാപ്പ് വന്നത്. ഓക്കെ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഓക്കെ ഫൈൻ താങ്ക് യു. ഓക്കെ ഓസ്നാപ്പ് എന്നുള്ളതിലാണ് വന്നത്. ആംഗിൾ ചെയ്യുക. ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പോയിന്റ് വിട്ടു പോയിട്ടുണ്ടോ? ഓക്കെ ഏതെങ്കിലും പോയിന്റ് വിട്ടു പോയിട്ടുണ്ടോ? ഓക്കെ പ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ കൺട്രോൾ പ്ലി കൊടുക്കുക. ഓക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം 2 പ്രാവശ്യം ചോദിച്ചത്. ഓക്കെ കൺട്രോൾ പ്ലി കൊടുക്കുക, കണ്ടിന്യൂ ടു പ്ലോട്ട് ആസ് സിംഗിൾ ഷീറ്റ്. തൽക്കാലം നിങ്ങളൊന്ന് പഠിക്കുക. ഇപ്പൊ ഈ തൽക്കാലം ഈ പ്ലോട്ട് സ്റ്റൈല് ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതാ ഇവിടെ വന്ന് PDF എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ PDF ഇത് പഠിക്കാൻ ഞാൻ ഒരാൾക്ക് വേണ്ടി പറഞ്ഞു PDF കൊടുക്കുക. എന്താണോ പ്ലോട്ട് ചെയ്യേണ്ടത് ആ പ്ലോട്ട് വിൻഡോ ആക്കുക. ഓക്കെ ഇതിനെ മാത്രമാണ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള പൊസിഷനെ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ സെന്റർ ഓഫ് ദ പ്ലോട്ട് കൊടുക്കുക. ഓക്കെ നമുക്കിവിടെ സൈസ് കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. A4 അല്ലെങ്കിൽ ANS ഏതാണോ സൈസ് നമ്മളോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ ഏതാണോ സൈസ് ഇത് വേണ്ടത് ആ സൈസ് A2 A3 A4 ഏതാണോ വേണ്ടത്, ലാൻഡ്സ്കേപ്പ് വേണോ ക്രോസ് വേണോ, നമുക്ക് 297 210 ഏതാണോ വേണ്ടത് ഒരു പ്രീവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത്രയും മാത്രം അതൊരു പ്രീവ്യൂ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ പലപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ആണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. വാട്ട് ടു പ്ലോട്ടിൽ വിൻഡോ ട്രൈ ചെയ്യില്ല. വാട്ട് ടു പ്ലോട്ടിൽ വിൻഡോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്ലോട്ട് ചെയ്യേണ്ടത് എന്നതിന് പകരം ഞാനൊരു വിൻഡോ ആയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഇതാ കറക്റ്റ് ആയിട്ട് നമുക്കത് മെൻഷൻ ചെയ്ത് കിട്ടും. ഓക്കെ സോറി ഇതാ പ്രീവിയസ് പ്ലോട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ ഒരു വിൻഡോ ഒന്നുകൂടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പ്രീവ്യൂ കൊടുത്തു കേട്ടോ. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ലൈൻസ് എടുക്കാണ്ട് എന്നിട്ട് ഇത് ഓക്കെ കൊടുത്താൽ മതി PDF ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ക്വിക്കായിട്ട് വേഗം പറഞ്ഞത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ പഠിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഡയമെൻഷൻ ലൈൻ അറേസ് ചെയ്യാൻ ഡയമെൻഷൻ ലൈനിന്റെ സെറ്റിംഗ്സിലേക്ക് പോകണം. നമുക്ക് പഠിക്കാം. എനിക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ്. ഡയമെൻഷൻ ലൈനിന്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഡയമെൻഷൻ ലൈനിനെ മാത്രമായിട്ട് ഓഫ് ചെയ്യാം, എക്സ്റ്റൻഷൻ ലൈനിനെ ഓഫ് ചെയ്യാം. ഓക്കെ നമുക്ക് ഇത് പഠിക്കാനുണ്ട് കേട്ടോ. ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ ഈ എൻറ്ററിൽ മോഡിഫൈ വന്നിട്ടാണ് ചെയ്യാനായിട്ട്. ഓക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഞാൻ വർക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ 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 ഓക്കെ വർക്കായിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്ടോടെ നിങ്ങൾ ഇടുന്നുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും സൈഡിൽ നിന്ന് വരുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടിന് ഒരു ഹാപ്പിനെസ് കിട്ടുക അല്ലെ. അപ്പൊ നിങ്ങൾ അതും കൂടെ അതൊന്ന് കൺസിഡർ ചെയ്യുക, നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ സൈഡിൽ. ഫൈൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ എങ്കിൽ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. സെയിം ടൈമിൽ തന്നെ നാളെ മീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫൈൻ ഓക്കെ ഫൈൻ ഓക്കെ ശരി എന്നാൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ സി യു ബൈ.